അലിൻ ജോസ് പെരയെ സന്തോഷ് വർക്കി ആരും അനുകരണം ചെയ്യരുത്. ദിവസം അഖിൽമാരനെ കണ്ടപ്പോ അഖിൽമാരൻ എന്നോട് പറഞ്ഞു, പുള്ളിയുടെ പടത്തിന് ഞാൻ ചാൻസ് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് ഈ നിൽക്കുന്ന ഓൺലൈൻ മീഡിയ മൊത്തം അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാ, അവർക്ക് ഞാൻ ചാൻസ് കൊടുക്കണ്ട, അവിടെ നിനക്ക് തരാം. ക്യാമറ തിരിഞ്ഞപ്പോഴേ ഈ ചില ലേഡീസ് മുഖം പൊത്തണ കണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ബിഗ് ബോസിൽ ഞങ്ങൾക്ക് എടുത്തുകൂടാ? ഞങ്ങൾ സോഷ്യൽ മീഡിയ കത്തിക്കൂന്ന് പറഞ്ഞ് തീരുമാനിച്ചിറങ്ങി അത് കത്തിച്ചിരിക്കും. ആ ഒരു ഒഴുകിപ്പോണ വീഡിയോ ഫേസ്ബുക്കിൽ 1 മില്യൺ കയറിയേക്കണം. മനസ്സിലായി? അപ്പൊ അവര് നമുക്ക് ചായ കുടിക്കാൻ ഇന്നാ മോനെ 1 മില്യൺ കയറി, ഇന്നാ നിനക്ക് ഒരു 10 രൂപ തന്നിട്ടില്ല, ഞങ്ങൾ അത് ചോദിക്കണില്ല. ഞങ്ങൾക്ക് വേണ്ടത് റീച്ചാണ്. സോഷ്യൽ മീഡിയയിൽ വേണ്ടത് നമ്മൾ എപ്പോഴും ഒരേ സാധനം തന്നെ കൊടുക്കരുത്. സിനിമാക്കാർ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൂടി വന്നൊരു 10,000 പേരാ, ഒരു 20,000 പേരാണ്. ഞങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 മില്യനാ, ഒരു 2 മില്യനാ ഒരു ദിവസം കൊണ്ട്. അതുപോലത്തെ ക്രിയേറ്റീവ് ഞങ്ങൾ ചിന്തിച്ചാണ് ചെയ്യുന്നത്. ഇവൻ ഉച്ച കഴിഞ്ഞിട്ടാണ് എണീക്കണം, അപ്പൊ രാവിലെ 6 ഇവിടെ ഇരിക്കും. ഇപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ കളിയാക്കുന്നുണ്ട്. ഇപ്പൊ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണോ? എന്തുകൊണ്ട് ഞങ്ങൾക്ക് ബിഗ് ബോസിൽ കയറിക്കൂടാ? കാര്യം നല്ല ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഞങ്ങള്. കാരണം ഒരു ദിവസം ഞങ്ങൾ സോഷ്യൽ മീഡിയ കത്തിക്കൂന്ന് പറഞ്ഞ് തീരുമാനിച്ചിറങ്ങി അത് കത്തിച്ചിരിക്കും. അത് 3-4 പ്രാവശ്യം ഞങ്ങൾ തെളിയിച്ചതാ. ചിലപ്പോ ഞങ്ങൾ അത് സ്റ്റണ്ട് ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോ ഞങ്ങൾ ഒരാളെയും ഉപദ്രവിക്കുന്നില്ല. ജനങ്ങളെ നമ്മൾ ത്രില്ലടിപ്പിക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾ സമൂഹത്തിനോട് ഇറങ്ങി ദ്രോഹം ചെയ്യുന്നില്ല. അമ്മേനെ പെങ്ങളെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ തീരും. ഈ ആറാട്ടണ്ണൻ, പെരേര, ഞാനൊക്കെ കൂടി ഞങ്ങളുടെ ഒരു ഇതുണ്ട്, അതിൽ ഞങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ്. അല്ലാണ്ട് ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് പോയി ഒരാളെ ശല്യപ്പെടുത്താനോ ഒന്നുമില്ല. അപ്പൊ ഒരുപാട് പേര് ഞങ്ങളെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾ ബിഗ് ബോസിൽ കയറൂല അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ട് കയറിക്കൂടാ? ഞങ്ങൾക്ക് ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നതൊക്കെ ഞങ്ങൾക്ക് കത്തിക്കാൻ പറ്റും. കാരണം അത്ര കണ്ടന്റ് ക്രിയേറ്റീവ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ തല്ലുകൊള്ളുന്ന വീഡിയോ, പക്ഷെ പിറ്റേ ദിവസം കാണാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അടുത്ത വീഡിയോ ചെയ്യണം. അപ്പൊ ആൾക്കാർ വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കും, എടാ നീ എന്തിനാണ് അവരെ? നമുക്കതാ വേണ്ടത്. അത് കൂടുതൽ ആൾക്കാർക്ക് വേണ്ട നെഗറ്റീവാണ്. അത് ഞങ്ങൾ നല്ല രീതിയിൽ അത് ഞങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ബിഗ് ബോസിൽ ഞങ്ങൾക്ക് എടുത്തുകൂടാ? ഞങ്ങൾ എടുത്തുകൂടാ. ഞാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും ക്രിയേറ്റീവായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിലനിൽക്കുന്നത്. അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി അതുപോലത്തെ സാധനങ്ങൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ. അല്ലാണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസം ആൾക്കാർ നോക്കുമ്പോ എന്താ, അവനെ തല്ലി, എന്ത് പണി കാണിച്ച. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ ഇടുന്ന വീഡിയോ ഞങ്ങളെല്ലാവരും കൂടി ഒരു ചായ കുടിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ കുറ്റം പറഞ്ഞ ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ അയാൾ എന്നെ കുറ്റം പറയും, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറയും. അത് ഞങ്ങളുടെ ക്രിയേറ്റീവ് ആണ്. പക്ഷെ അത് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പറയട്ടെ ഇപ്പൊ ഈ സിനിമാക്കാരുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാക്കാരുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൂടി വന്നൊരു 10,000 പേരാ, ഒരു 20,000 പേരാണ്. ഞങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 മില്യനാ, ഒരു 2 മില്യനാ ഒരു ദിവസം കൊണ്ട്. അതുപോലത്തെ ക്രിയേറ്റീവ് ഞങ്ങൾ ചിന്തിച്ചാണ് ചെയ്യുന്നത്. പാറാട്ടണ്ണായാലും അലിൻ ജോസ് പെരേര ഞങ്ങളായാലും ഒരു തീരുമാനം എടുത്തിട്ടാണ് സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. കറക്റ്റാണ്. കാരണം പറഞ്ഞു, ഞാൻ ഇപ്പൊ രേണുസുധിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ഇന്നലെ ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഏകദേശം 25 ലക്ഷം വ്യൂസ്, 24 ലക്ഷം വ്യൂസ് ആ ഒരു ഷോർട്ടിന് മാത്രം കിട്ടി. അപ്പൊ അത് മനസ്സിലാക്കണം, നിങ്ങളെ പോലെയുള്ള താരങ്ങളുടെ റീച്ച് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കത്. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ നമുക്ക് ഇതിലൊരു പൈസ കിട്ടുന്നില്ല. മറ്റു മീഡിയക്കാർക്ക് ഞങ്ങളത് കണ്ടന്റ് കൊടുക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ ഓട്ടോ ഓടിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് ഒരു 10 രൂപ കാശ് കിട്ടാറില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് വേറെ മീഡിയക്കാര് എടുത്ത് ഞങ്ങൾക്ക് വേണ്ട റീച്ചാണ്, അത് അവർ തരുന്നുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾക്ക് അവരാരും പൈസയൊന്നും തരുന്നില്ല. ഓരോ ചാനലുകാർ എടുത്ത് അവരിടുമ്പോൾ അവർക്ക് 2 മില്യൺ 3 മില്യൺ ഒക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ചതി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ വെറുതെ ജസ്റ്റ് വെള്ളത്തിൽ കൂടി ഒഴുകണ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ മാത്രം ഫേസ്ബുക്കിൽ ഒരു മീഡിയക്കാരൻ എടുത്തിട്ടതാ. അത് ഇട്ടിട്ട് ആ ഒരു ഒഴുകിപ്പോണ വീഡിയോ ഫേസ്ബുക്കിൽ 1 മില്യൺ കയറിയേക്കണം. മനസ്സിലായി? അപ്പൊ അവര് നമുക്ക് ചായ കുടിക്കാൻ ഇന്നാ മോനെ 1 മില്യൺ കയറി, ഇന്നാ നിനക്ക് ഒരു 10 രൂപ തന്നിട്ടില്ല, ഞങ്ങൾ അത് ചോദിക്കണില്ല. ഞങ്ങൾക്ക് വേണ്ടത് റീച്ചാണ്. പിന്നെ ഇപ്പോഴും നിലനിൽക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആർക്കും സമൂഹത്തിൽ ഒരു ദ്രോഹങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഇപ്പൊ എന്നെ തല്ലുന്നു, ഇവനെ തല്ലുന്നു, മാറി മാറി തല്ലുന്നു. ആറാട്ടെണ്ണം തെറി പറയുന്നു, ഞങ്ങൾ ആറാട്ടെണ്ണം തെറി പറയുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് ചായ കുടിക്കാൻ, അത് ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വിള്ളൽ ഉണ്ടായാലും ഞാൻ അതിന്റെ നടുക്ക് ചെന്നിട്ട് ഇവരെ ക്രിയേറ്റ് ചെയ്ത് ഇവരെ ഒരുമിപ്പിക്കും. അങ്ങനെ ഒരു ബുദ്ധി എനിക്കുണ്ട്. പിന്നെ ഈ സാബുമോന്റെ ഒരു വീഡിയോ
അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. നമ്മളെ സോഷ്യൽ മീഡിയക്കാരുടെ എന്റെ വീഡിയോ എടുക്കുന്നു, അതുപോലെ തിരിച്ച് അദ്ദേഹം വീഡിയോ എടുത്തുകൊണ്ട് ഒരു വീഡിയോ ട്രെൻഡിങ് ആയിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോ പറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് തിരിച്ചും സെലിബ്രിറ്റീസ് തിരിച്ചും ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്താണ് അലിന്റെയും വിഷ്ണുവിന്റെ ഒക്കെ ഒരു അഭിപ്രായം? അങ്ങനെ ചെയ്യുന്നത് മറ്റേ ഈ പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ക്യാമറ തിരിഞ്ഞപ്പോഴേ ഈ ചില ലേഡീസ് മുഖം പൊത്തണ കണ്ടായിരുന്നു. കാരണം ഇത് ഓൺലൈൻ മീഡിയയിൽ ഓരോ കണ്ടന്റ് ഷൂട്ട് ചെയ്ത് ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയും സംഭവിക്കുമ്പോൾ മുഖം തിരിഞ്ഞേണ്ട ആവശ്യം എന്താ? കാരണം ഇവരുടെയൊക്കെ ഓരോ ഫേസുകൾ ഓരോ ചാനൽ ഞാൻ പേര് പറയാനുള്ള ചാനലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഗേൾസ് വീഡിയോ എടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഫേസ് ഇങ്ങനെ മുഖം മറച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചു. കാരണം എന്തിനാ പേടിക്കണത്? പേടിയുള്ളവർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങരുത്. കാരണം കുറച്ചുകൂടിയൊക്കെ എന്ത് വരട്ടെ എന്നല്ല, കുറച്ചുകൂടിയൊക്കെ മനസ്സിലാക്കിയിട്ട് ധൈര്യമായിട്ട് ഇറങ്ങണം. മീഡിയ ആണെങ്കിലും ഓൺലൈൻ കണ്ടന്റ് ചെയ്യുമ്പോഴാണെങ്കിലും സിനിമ ആണെങ്കിലും സീരിയൽ ആണെങ്കിലും കുറച്ചുകൂടിയൊക്കെ എല്ലാം മനസ്സിലാക്കണം. എന്ത് സംഭവിക്കും നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കാൻ അറിയണം. രണ്ട് സൈഡും വന്നല്ലോ അതിൽ. കാരണം പറഞ്ഞാൽ ഇദ്ദേഹം പണ്ട് മറ്റേ സീക്രട്ട് ക്യാമറ അല്ലെങ്കിൽ ഗോൾഡ് ക്യാമറ വെച്ചുകൊണ്ടാണ് ഈ പ്രാങ്ക് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ സാബുചേട്ടൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പൊ അവര് മറ്റേ തരികിടാവറിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അതിലൂടെയാണ് ഫേമസ് ആയത്. വരുമ്പോ അദ്ദേഹം അങ്ങനെ തിരിച്ച് പേടിക്കുന്നത്, നമ്മള് സെലിബ്രിറ്റീസ് ക്യാമറ കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹം എന്തിനാ പേടിക്കുന്നത് ചോദിച്ചിട്ടാണ് അവര് ചോദിച്ചത്. അപ്പൊ അതിന് തിരിച്ചു പറഞ്ഞത് നിങ്ങൾ തിരിച്ച് വീഡിയോ എടുത്തിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. അപ്പോ പേടിക്കേണ്ട ആവശ്യമില്ല, പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യാൻ തോന്നുന്നു. അതെ അതെ, നീലക്കുയിലിന്റെ ഫോട്ടോ മാത്രമാണ് എടുത്തിട്ടേക്കുന്നത്. അതൊക്കെ പുള്ളിക്ക് കുഴപ്പമില്ല. ബാക്കി ഒറ്റ ഓൺലൈൻ മീഡിയയുടെ ഫോട്ടോ വന്നില്ല. പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കാനല്ല, പക്ഷെ നീലക്കുയിലിനെ മാത്രം ഫേമസ് ആക്കാൻ വേണ്ടിയാണ്. മൈലേജ് കിട്ടി അദ്ദേഹത്തിന്, നല്ലൊരു മൈലേജ് കിട്ടി. നല്ലൊരു മൈലേജ് കിട്ടി കേട്ടോ. വിവാദങ്ങൾ അവിടെയാണെങ്കിലും മൈലേജ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് എന്താ പറയാ, അങ്ങനെ പേടിച്ചോടേണ്ട ആവശ്യമില്ല. അദ്ദേഹം മാത്രം മീഡിയയിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റേ ലൈവ് ലൈറ്റിലേക്ക് വരാൻ ആഗ്രഹമില്ല. പക്ഷെ ഒരു ദിവസം അഖിൽമാരനെ കണ്ടപ്പോ അഖിൽമാരൻ എന്നോട് പറഞ്ഞു, പുള്ളിയുടെ പടത്തിൽ ഞാൻ ചാൻസ് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞ് ഈ നിൽക്കുന്ന ഓൺലൈൻ മീഡിയ മൊത്തം അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാ, അവർക്ക് ഞാൻ ചാൻസ് കൊടുക്കുന്നുണ്ട്, നിനക്ക് തരാം. ഓ അങ്ങനെ പറഞ്ഞല്ലേ, അത് ശരി. അഖിൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് മറുപടി പറയുന്ന ആളാണ്. വളരെയധികം കാൽക്കുലേറ്റീവായിട്ട് മറുപടി പറയുന്ന ഒരാളാണ്. അപ്പോ പലതരത്തില് ജിഞ്ചർ മീഡിയയിൽ ഈ അലിൻ ജോസ് പെരേര, സന്തോഷ് വർക്കി ആരും അനുകരണം ചെയ്യരുത്. ചീത്തയിൽ പോകുന്നു, ചീത്തയിൽ പോകുന്നു. നമ്മള് ടെക്സാ മയക്കൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മള് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, 2 ദിവസം നമ്മൾ കൂടുന്നു. അല്ലാണ്ട് നമ്മള് ആൾക്കാർക്ക് ഹാനികരമായിട്ടുള്ള സംഭവങ്ങളും ചെയ്യുന്നു. പിന്നെ നമ്മളെ അനുകരണം ചെയ്ത് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ സാഹസികത ഉണ്ടാവും. കാരണം ഈ ഫീൽഡില് പ്രശ്നങ്ങൾ ഉണ്ടാവും. വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് ഫെയിം വെച്ച് കളിയാക്കലും പരിഹാസങ്ങളൊക്കെ മറന്ന് മാത്രമേ ഈ ഫീൽഡിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഉണ്ണിക്കണ്ണാണെങ്കിലും ഈ കിംബോയാണെങ്കിലും മനോജ് അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടോ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഉണ്ണിക്കണ്ണൻ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട്, സ്റ്റാൻഡ് വേറെ ആയതുകൊണ്ട് മാത്രമാണ് ഉണ്ണിക്കണ്ണന്റെ ആൾക്കാർ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തത്. ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയിൽ വേണ്ടത് നമ്മൾ എപ്പോഴും ഒരേ സാധനം തന്നെ കൊടുക്കരുത്. അത് ഞാൻ എപ്പോഴും ഇവരോട് പറയും. നമ്മളെപ്പോഴും ഇപ്പൊ ഒരുപാട് ഡാൻസ് കളിക്കാറുണ്ട്, അത് മാറ്റണം. അത് മാറ്റിയിട്ട് നമ്മൾ അടുത്ത് ചിന്തിക്കണം. ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ചില കാര്യങ്ങളും മണ്ടത്തരമായിരിക്കാം, പക്ഷെ അത് കാണാനായിട്ട് ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പൊ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പടം, ഇപ്പൊ ഇവൻ ആദ്യം അതായിരുന്നു ചെയ്തെന്ന് വെച്ചാൽ പടം ഇറങ്ങുമ്പോൾ ഡാൻസ് കളിച്ച്, ഞാൻ പറഞ്ഞു അതൊക്കെ മാറണം. അത് പറയട്ടെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ അത് മാറി ഓരോന്ന് ചെയ്യണം. ഓരോ സാധനങ്ങളും ഞങ്ങൾ ഓരോ കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നോണ്ട് ആൾക്കാർ അത് കാണുന്നുണ്ട്, ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല മീഡിയക്കാരുമാണ് അത് എടുത്ത് ചെയ്യുന്നത്. നമ്മൾക്ക് ബെനിഫിറ്റ് എന്നുള്ള സാധനമില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പോഴും ഞാൻ പറയണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവൻ കല്യാണ പരിപാടി അങ്ങനത്തെ സംഭവങ്ങൾക്ക് പോയാണ് ഇവൻ ജീവിക്കുന്നത്. ഞാൻ രാത്രി വണ്ടി ഓടിക്കാൻ പോകും, നൈറ്റ് വണ്ടി ഓടിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയി എന്തെങ്കിലും പ്രോഗ്രാം എന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രോഗ്രാംസ് ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന ഒരാളാണ്. കാര്യം സിനിമേനെ ഒരിക്കലും ഞാൻ കൈവിടില്ല. നമ്മളിപ്പോ എപ്പോഴും ഫെയിം ആവുമ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താ, നമ്മുടെ ലക്ഷ്യം എന്താ? സിനിമ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മീനൂസ് കിച്ചൺ സീരിയലിൽ എന്നെ ഫസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിച്ചേ. അപ്പൊ ഇവൻ എന്നെ കുറെ ചീത്ത പറഞ്ഞില്ലേ?
ആദ്യം എടാ നിനക്ക് നാണയില്ലേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകാന്ന് പറയും. ഞാൻ പറയാം വന്ന വഴി മറക്കരുത്. ഇപ്പൊ നമ്മ ഫെയിം ആയിട്ട് നിൽക്കുക, നമ്മ ചിലപ്പോ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവര് തിരിച്ചറിയുന്നത്. കറക്റ്റ് അതേപോലെ തന്നെ വിളിച്ച് താങ്കൾ ഈ വേഷം ചെയ്യണം പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഒന്ന് വിഷമിച്ച് വേറൊരു ദിവസം പോവാന്ന് പറഞ്ഞു. വേറൊരു ദിവസം നല്ലൊരു ഡയലോഗുള്ള വേഷം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നത് അതിനും വലിയ വേഷം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞു സാറേ എന്റെ കൂടെ അലൻ ജോസ് പെരേര ഉണ്ട്, നമുക്ക് എന്റെ കൂടെ എന്നെ പിടിച്ച് കൈ കയറ്റിയതാണല്ലോ, അപ്പൊ നമ്മൾ തിരിച്ച് പിടിച്ച് കയറ്റണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അലൻ ജോസ് പെരേര ഉണ്ട്, അവനും കൂടി ഒരു വേഷം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും സാറേ എന്ന് പറഞ്ഞു. അതിനെന്താ കൊണ്ടുപോകാൻ വിഷ്ണു എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഞാൻ ഇവരെ കൊണ്ടുവന്നാണ് ഈ മറ്റേ എന്താണ് മീനൂസ് കിച്ചൺ എന്ന സീരിയലിൽ. പക്ഷെ അതിന് എന്നെക്കാട്ടും കൂടുതൽ സീൻ ഇവന് കിട്ടി. അല്ല അത് എനിക്ക് കുഴപ്പമില്ല, നമ്മുടെ സുഹൃത്തല്ലേ, അതായത് എന്നെ കൊണ്ടുവന്നല്ലേ. 10 പേർക്ക് ഇപ്പൊ എന്നെ അറിയാമെങ്കിൽ അത് ഇവൻ കാരണം, അല്ലാണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടാ നാടകത്തിൽ അഭിനയിച്ചിട്ടാ ഒന്നുമല്ല. അല്ല അതിന്റെ ആവശ്യമില്ല, നമ്മളിങ്ങനെ കണ്ടാൽ മതി നാച്ചുറൽ ആയിട്ട്. ഒരു അവിടെ ഒരു പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ, പെൺകുട്ടികൾ സ്ത്രീകള് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ചില ആൾക്കാർ പേടിച്ച് മാറാറുണ്ട്. എന്ന് പറഞ്ഞാൽ പല സിറ്റുവേഷനിൽ ആങ്കറിങ് ആണെങ്കിലും ചില ആൾക്കാർ 5 ദിവസം അയ്യോ ആങ്കർ ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു അടിയായിപ്പ് ഞാൻ അവിടെ പോയി കണ്ടപ്പോ സംഭവം. കാരണം ഫസ്റ്റ് നമ്മൾ ഷൂട്ടിങ് തുടങ്ങുമ്പോ മേക്കപ്പ് ആണ്, കാരണം എന്നെ മേക്കപ്പ് ചെയ്ത് 2 പെൺകുട്ടികൾ ഞെട്ടിപ്പോയി. മേക്കപ്പ് ചെയ്യുമ്പോ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്ത് ആ മേക്കപ്പ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു എന്താ പറയാ റെസ്പെക്ട് ആണല്ലോ, ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആണല്ലോ. കാരണം ആ ഒരു നമ്മളെ ഫെയിം അല്ലാണ്ട് ഒരു വ്യക്തിയായിട്ട് കണ്ടാണ് നീനു എന്നത്തെ പേര് മേക്കപ്പ് ചെയ്തത്. ഇപ്പൊ ക്ലൈമാക്സ് സീക്വൻസ് തന്നെ ഷൂട്ട് ചെയ്തു, മേക്കപ്പ് ചെയ്തു. ആ ബോയ്സ് മേക്കപ്പ് ചെയ്യും, സമയം മാറി കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഓൺലൈൻ വഴി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പലതും അത് വെച്ച് പല വ്യക്തികൾ ഈ പിന്തിരിപ്പുണ്ട്, പുറകിൽ നിന്ന് ഈ കുത്തലുണ്ട് പല. അതുകൊണ്ട് നമ്മളിപ്പോ ഈ ഇരിക്കുന്ന പൊസിഷന് വല്ല പ്രശ്നമുണ്ടാവും. നമ്മളിരിക്കുമ്പോ ഇത്രയും ഗ്യാപ്പില്ലേ, കാരണം ആങ്കറിംഗ് എന്ന് പറയുമ്പോ നമ്മള് അവിടെ ഇരിക്കുന്നു, ഒരു വ്യക്തിയെ അവിടെ ഇരിക്കുന്നു, നമ്മളിവിടെ ഇരിക്കുന്നു, പിന്നെ ആങ്കർ ചെയ്യുന്നു, പിന്നെ കട്ടിങ് ആയിട്ട് വരുന്നു. മനസ്സിലായോ? അപ്പൊ ഈ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ഇപ്പൊ ഏതൊരു ചാനലിൽ പറഞ്ഞു 5 ദിവസം വരെയാണെങ്കിൽ ആങ്കർ ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു ദൈവത്തോർത്ത് വേണ്ട, കാരണം ഇത്രയും നാള് ഒരു ഷണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 പെൺകുട്ടികൾ ആങ്കർ ചെയ്ത് കഴിഞ്ഞു. അവരോടൊത്ത് ഞാൻ മാന്യമായിട്ട് പെരുമാറിയത്, അവരുടെയൊക്കെ നമ്പർ വരെ എന്റെ ഉണ്ട്. കാരണം ഈ 6 പറയുന്നത് പോലെ ഈ ആങ്കർമാരുടെ മുഖത്ത് നോക്കി ഞാൻ കർഷക പറയാറില്ല, കാരണം എനിക്ക് അറിയാം എന്താണ് റിപ്ലൈ കിട്ടുന്നതെന്ന്. മനസ്സിലായോ? അപ്പൊ ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് ഒരുപാട് പേരോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, തുറന്നു പറഞ്ഞിട്ടുണ്ട്, ചീറ്റി പോയിട്ടുണ്ട്. അപ്പൊ അറിയാലോ, മനസ്സിലായി? അതിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ ആറാട്ടണ്ണനെ ഇപ്പൊ ഇവനെ കൊണ്ട് നടക്കണ പോലെയാണ് ഞാൻ ആറാട്ടണ്ണനെ കൊണ്ട് നടക്കുന്നത്. ഇവൻ ഉച്ച കഴിഞ്ഞിട്ടാണ് എണീക്കണം, അപ്പൊ രാവിലെ ആറാട്ടണ്ണന്റെ ഇവിടെ ഇരിക്കും. അപ്പൊ ആറാട്ടണ്ണൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ രാവിലെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നീ വന്നു എന്ന് പറയും. അപ്പൊ ഞാൻ എന്റെ ഓട്ടോറിക്ഷയിൽ ഞാൻ മഴയും കൂടിയാണല്ലോ, അപ്പൊ പുള്ളിയുടെ കൊണ്ട് ഞാൻ പോകും. അപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ലേഡി ഇങ്ങാടെ ആറാട്ടണ്ണനോട് പറയണം, അണ്ണാ എന്നോട് ക്രഷ് ഉണ്ടെന്നൊന്ന് പറയണേ. അത് ക്യാമറ കട്ട് ചെയ്തിട്ടാ പറയണം. അത് പ്രോഗ്രാം കഴിയുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി. കാര്യം അവർക്ക് വേണ്ട സാധനം അതാണ്. അപ്പൊ അങ്ങനെ ആങ്കർ പറയിപ്പിച്ചിട്ടാണ് പുള്ളി പറയണത്, അല്ലാണ്ട് ഒരിക്കലും പുള്ളി അങ്ങനെ മനസ്സിൽ നിന്ന് ക്രഷ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരും ക്രിയേറ്റീവ് ആണല്ലോ, അറിയാലോ. അപ്പൊ ആൾക്കാർ നോക്കുമ്പോ എന്താ ഇയാൾക്ക് ഇത് തന്നെയാണ് പണി. പക്ഷെ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നപ്പോ ഓൾറെഡി പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടായിരുന്നു കൂടെ. അണ്ണാ ഇങ്ങനെ പറയണോട്ടാന്ന് പറഞ്ഞു, എന്നാ എന്നോട് ക്രഷ് ഉണ്ടെന്ന് പറയണ അണ്ണാ ഇന്റർവ്യൂ കഴിയുമ്പോ. ഞാനത് കേട്ടിട്ടുണ്ട്. എടാ എല്ലാവർക്കും വേണ്ട എന്താ റീച്ച്, ഈ കഷ്ടി പറയുന്ന ഒരു സംഭവമില്ല. ഓൺലൈൻ മീഡിയ പല ആങ്കർ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പുള്ളി പറയും ഞാൻ പറയത്തില്ല, അത് പറയിപ്പിക്കണേ. എന്റെ ഒരു സ്റ്റാൻഡ് ആ ഒരു ലൈനല്ല. എനിക്ക് മാന്യമായിട്ടൊരു കല്യാണം കഴിക്കണം, മനസ്സിലായി? അല്ലാണ്ട് ഈ പൊട്ടങ്ങളെയും തമാശ അല്ലെങ്കിൽ ഒരു കോമിക്ക് കോമാളിത്തരം എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്ന ആ ഒരു വീഡിയോ കണ്ടന്റുകൾ നമ്മൾ അധികം ചെയ്യുന്നില്ല. നമ്മൾ ഒന്നാമത് ഇപ്പോ മീനൂസ് കിച്ചണിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, പോകുന്നു, അങ്ങനെ ഇത് നിൽക്കുന്നതാണ്. അപ്പൊ അതിനിടയ്ക്ക് ഈ ക്രഷ് പറയുക ഒന്നാമത് ഇന്നാള് ഒരു നാട്ടിലെ പേരും പറഞ്ഞ് കർഷക പറഞ്ഞിട്ട് അമ്മ വന്ന് ചോദിച്ചിരുന്നു, മറ്റേ അനർക്കി മറക്കാൻ മീഡിയക്ക് പറയിപ്പിച്ചു അപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോയതാ, പറയാൻ നിർബന്ധിച്ചുകൊണ്ട് ആദ്യം വന്നപ്പോഴേ.
അപ്പൊ പിന്നെ അത് അമ്മ വന്നിട്ട് അവളുടെ അമ്മ വന്നിട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെ എന്റെ മകളെ ക്രഷ് പറഞ്ഞായിരുന്നു, ആ തമാശയായിട്ട് കാരണം നമ്മൾ ഈ ഒരു കേസ് നമ്മൾ അയൽവക്കാരോട് വീട്ടിലൊരു പെൺകൊച്ചിനോട് പറഞ്ഞെങ്കിൽ അടി കിട്ടും. സിനിമയിൽ നമുക്ക് കുറച്ചുവരെ പറയാം, ആറെണ്ണം പറയുന്ന പോലെ പറയുമ്പോ പറയാലോ. ഇപ്പൊ പുള്ളിക്ക് ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നു, അത് ഓരോ പോയിന്റ്സ് പറഞ്ഞു തെറ്റിപ്പോയതുകൊണ്ടാണ്. അത് പുള്ളിക്ക് ഇനി തെറ്റിപ്പോകുമെന്ന് വിചാരിക്കുന്നു, കാരണം ഇനി പുള്ളി കണ്ടിട്ട് ചെയ്യുന്നുണ്ട്. വേറെ കേസ് പറയാ, ജയിൽവാസം അനുഭവിച്ചുകൊണ്ട് പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി, പുള്ളിയുടെ കൂടെ ഈ പറഞ്ഞ അലൻ ജോസ് പെരേര പോലും കൂടെ ഇല്ല. ഞാനൊരാളാണ് പുള്ളിനെ ജാമ്യത്തിൽ ഇറക്കാനും എല്ലാത്തിനും ഓടി നടന്നു വെച്ച്. അത് ഇതായിട്ട് പറയണല്ല, അത് ആ സമയത്ത് വൈറലായിരുന്നു ആ വീഡിയോ എന്റെ. കാര്യം ആ സമയത്ത് പുള്ളിനെ സഹായിക്കാൻ ആരുമില്ല. കാര്യം പുള്ളിയുടെ ഫാമിലി മൊത്തം അമേരിക്ക സെറ്റിൽഡാ. ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ട്, അതായത് ആറാട്ടനെ ഇറക്കാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് വളരെ സെന്റിമെന്റ്. അതായത് എനിക്കൊരു വക്കീലുണ്ടായിരുന്നു, അപ്പൊ ആ വക്കീലിനെ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോ അത് ഭയങ്കരമായിട്ട് കേറി പിടിച്ചായിരുന്നു ആ വീഡിയോ. അത് കേറി കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ സിസ്റ്ററൊക്കെ ഇതറിഞ്ഞ് എന്താ ചെയ്യേണ്ടത്, ഫണ്ട് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഫണ്ട് വക്കീലിന്റെ നമ്പർ തരാം, നിങ്ങൾ നേരിട്ട് സംസാരിച്ചു വന്നു. അങ്ങനെയാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തത്. പക്ഷെ പുള്ളി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞു, വിഷ്ണു കൊച്ചിക്കാരൻ അല്ലാണ്ട് വേറെ ആളും ഉണ്ടായില്ല. അതായത് ഇത്രയും ഫെയിമായിട്ട് നിന്നിട്ടും പുള്ളിനെ ഒന്ന് ഇറക്കാനോ വക്കീലിന് ഇതാക്കാനോ ഒരാളും ഇല്ല. ഇവനിപ്പോ ഏജ് ഞാൻ കറക്റ്റ് പറയുന്നത് 33 ആയിട്ട് ഏജ് ആയി. ഇവനെക്കാലം ഒരു 10-12 വയസ്സ് എളുപ്പമുണ്ടെന്ന് തോന്നിയിരിക്കുന്നു, 24 ഉള്ളൂ. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ വരും. ഈ കാര്യങ്ങൾക്ക് അഡ്വക്കേറ്റിനെ കാണണം, അല്ലെങ്കിൽ കോടതി മുഖേനുള്ള പ്രോസസ്സിംഗ് ഒക്കെ എനിക്കറിയില്ല പേഴ്സണലി. പിന്നെ നമ്മള് ഇതിനെപ്പറ്റി ഈ പുള്ളിയുടെ പുറകെ പോയി ചെയ്യാൻ എനിക്ക് പേഴ്സണലി അറിയില്ല. പുള്ളിക്ക് അറിയാലോ, കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെ ഇതിനെപ്പറ്റി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് ആക്ടിങ് അറിയാം, ആദ്യം അല്ലെങ്കിൽ ആക്ടിങ് ഒരു പാഷൻ ഉള്ളതുകൊണ്ട് നമ്മള് സീരിയലോ സിനിമയിലൊക്കെ ആക്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇതൊക്കെ അറിയാവുന്ന ഒരു ഇത് വേണമല്ലോ. എന്താ പറയാ, എന്റെ തന്നെ ചില നീ തന്നെ ഇല്ലെന്നല്ല പറഞ്ഞ, ആരും ഉണ്ടായില്ലെന്നാ പറഞ്ഞ പുള്ളിനെ സഹായിക്കാൻ. അറിയില്ലല്ലോ, അതൊക്കെ അറിയാവുന്നതുകൊണ്ട് നിന്നല്ല പറഞ്ഞ, മൊത്തത്തിൽ പറഞ്ഞതാ. പുള്ളിയുടെ കൂടെ ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ അയാളുടെ കൂടെ വീഡിയോ എടുക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്ന ആകെ എടുത്തേക്കണ അയാൾ കോടതിയിലേക്ക് കയറുമ്പോ ഉള്ള വീഡിയോ എടുത്തിട്ടുണ്ട്, അയാളെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഉള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ആൾക്കാർ ഒരു എന്താ പറയാ, എന്താണ് എന്നെ വിളിച്ചിട്ട് എന്താ ചെയ്യണ്ടേ ഒന്ന് ചോദിക്കാലോ. കാര്യം പുള്ളിയുടെ കൂടെ ഞാൻ നിൽക്കുകയാണ്. ഇതുവരെ വിളിക്കാറുണ്ട് മീഡിയക്കാര്, നിക്ക് എന്നെ വിളിക്കാറുണ്ട്, എപ്പോഴാ ഇറങ്ങണേന്ന് ചോദിച്ചു, എപ്പോഴാണ് എന്താണ് വക്കീല് കണ്ടന്റ് എടുക്കുക. ആരുടെ പേര് പറയാൻ നിക്കണ്ടത് കേട്ടല്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആ സമയത്ത് ഓടിയത് ഞാനാ, നീ പോലും ഉണ്ടായില്ല. ശരിയല്ലേ? പിന്നെ അത് പേര് പറയാൻ നിക്കണ്ട. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഇല്ല. അല്ല, പ്രായത്തിന്റെ ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടന്റ്. ലോകപരിചയം എന്ന് പറയുമല്ലോ, ലോകപരിചയവും കാര്യഗൗരവവും പിന്നെ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളും ഈ ഒരുപാട് അത് ഞാൻ പറയുന്നില്ല, ഒരുപാട് അറിയാൻ പുള്ളിക്ക്. ഞാൻ പിന്നെ സ്റ്റേഷനിൽ അധികം പോകുന്നില്ല, നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളും കേസ് നിൽക്കുമ്പോൾ എനിക്കും വന്നിരുന്നു. അപ്പൊ ഞാനും ചെറിയ രീതിയിൽ മനസ്സിലാക്കി എടുത്തു വരുന്നേ ഉള്ളൂ. കണ്ടിരുന്നു ആ വീഡിയോ, കണ്ടിരുന്നു. മറ്റേ ഞാൻ ഗ്ലിസറിൻ യൂസ് ചെയ്ത് കരയുന്നതല്ല, ഞാൻ ഒറിജിനലായിട്ട് കരയുന്നതാണ്. അത് ഞാൻ കണ്ടിരുന്നു. അതിന്റെ അലിൻ ജോസിന്റെയും അവർ രണ്ടുപേരും കൂടി കണ്ടിരുന്നു. അത് ഇറങ്ങിയായിരുന്നു. ഫാമിലി ലൈഫ് എന്ന് വെച്ചാൽ സിനിമയില് ആയി കഴിഞ്ഞിട്ട് ഒരു കല്യാണം കഴിക്കാന്നും പറഞ്ഞ് നിക്കണേണ്. പക്ഷെ സിനിമയിൽ ഇപ്പോഴും അല്ല, സിനിമയിലൊന്നും ആവാത്തോണ്ട് നമ്മളിപ്പോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോ സിനിമ എന്നുള്ള ലോകത്തേക്ക് ഞാൻ ഇപ്പോഴും ഓടി അടക്കുക, എങ്ങും എത്തിയിട്ടില്ല. അപ്പൊ നമ്മളൊരു പെൺകുട്ടിനെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ലോക്കാവോടാ. പിന്നെ ലാസ്റ്റ് ആ കുട്ടിയുടെ ബ്രാക്ക് മേടിക്കേണ്ട കാര്യമില്ല, നമ്മളൊന്ന് സെറ്റിലായിട്ട് ഒരു കല്യാണം കഴിച്ചാൽ പോലെ എന്നാണ് എന്റെ ഒരു ഇത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് പെണ്ണ് ഇപ്പൊ ഒരുപാട് ആലോചനയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പോയി അങ്ങോട്ട് തല വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്വപ്നം നടക്കില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മാരേജിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാത്തത്. ഫാമിലി വീട് അച്ഛനും അമ്മ മാത്രമേ ഉള്ളൂ. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു പോയി. എക്സാക്ട് വീട് എവിടെയെന്ന് പറഞ്ഞാൽ തേവര അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ എന്തായാലും വിഷ്ണു കൊച്ചിക്കാരൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. അലൻ ജോസ് പെരേര നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞാൽ സന്തോഷിക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഭാവങ്ങളും നേരാം. അദ്ദേഹത്തിന് പടം റിലീസാകാൻ പോവുകയാണ് ഓഗസ്റ്റ് 1-ന്. തയ്യൽ മിഷൻ എന്ന് പറഞ്ഞ സിനിമ റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോവുക. എനിക്കിപ്പോഴും നന്ദി പറയാനുള്ളത് ഗോപിക,
വിനയൻ, രാകേഷ് കൃഷ്ണ, ഈ 3 പേരോടാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നെ ഒരാളെ ഡയലോഗുള്ള ഒരു വേഷം സിനിമയിൽ എനിക്ക് തന്നതിന്. കാര്യം ഇത്ര നാള് ചെയ്തിട്ട് എനിക്കൊരു ഡയലോഗുള്ള വേഷം, ഒരുപാട് പേര് എന്നെ കളിയാക്കി, എന്താടാ ഡയലോഗുള്ള വേഷം ഒന്നും ഇല്ലേ, അതറിയാലോ, ഉണ്ടാവുമല്ലോ നമുക്ക് ഈ ഫീൽഡിൽ. അപ്പൊ ഒരുപാട് ചവിട്ടൊക്കെ കിട്ടി കയറി പയ്യെ വരികയാണ് സിനിമയിലേക്ക്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം. എൻ്റെ ആഗ്രഹം സിനിമയെ തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. സിനിമയിൽ തന്നെ കയറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ കാണിക്കണ സോഷ്യൽ മീഡിയ കാണിക്കണ ആളല്ല ഞാൻ ഇപ്പോഴും പറയാണ്, സിനിമ എന്നുള്ള സ്വപ്നം കണ്ടാണ് ഇവരുടെ കൂടെ ഞാൻ എത്തിയത്. അത് ഇവനെ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയതാണല്ലോ. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് പറയണ്ട. അപ്പൊ നമ്മുടെ സിനിമ 1-ാം തീയതി റിലീസാണ്. അതെ, ഓഗസ്റ്റ് 1-ാം തീയതി റിലീസാണ് എന്റെ സിനിമ. എന്റെ സിനിമ എന്ന് തന്നെ പറയാലോ. ഒരു നല്ലൊരു ചെറിയൊരു വേഷമായാലും നല്ല ഡയലോഗുള്ള ഒരു വേഷം ഞാൻ ചെയ്തതാ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, തയ്യൽ മിഷൻ ഓഗസ്റ്റ് 1-ാം തീയതി. നിങ്ങൾ തിരക്കില്ലെങ്കിൽ ഒന്ന് പോയി കാണുക തിയേറ്ററിൽ. എന്നെ പോലത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹിറ്റ് ആവട്ടെ. അതെ, ഒരുപാട് സിനിമകളിൽ ചെറിയ വേഷം ഒരു കാര്യം പറയാം, ആർട്ടിസ്റ്റ് തുടങ്ങിയെങ്കിലും വലിയൊരു ആർട്ടിസ്റ്റായി മാറട്ടെ, തിരക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റായി മാറട്ടെ. ഇപ്പോൾ നമ്മൾ പല ആൾക്കാരെ കണ്ടിട്ടില്ല, അതേപോലെ വളർന്നു വലുതായി മലയാള സിനിമയിൽ വലുതായി പന്തലിച്ച് വരട്ടെ. കൈ നിറച്ച സിനിമകളാവട്ടെ, ഓടി നടക്കുവാറാവട്ടെ, എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ, നല്ല ലെവലിലേക്ക് എത്തട്ടെ. അങ്ങനെ എല്ലാ ഭാവങ്ങളും തീരുന്നു. വിഷ്ണു, താങ്ക് യു സോ മച്ച്. All the best for you. Okay, Len, thank you so much. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണൽ റിവ്യൂ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അലൻ്റെ, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.